മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ ചീര കൃഷിയെ സംബന്ധിച്ച, അതുപോലെ തന്നെ ചീര കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ചീര കഴിക്കുന്ന മൂലം മാറിക്കിട്ടുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിവരങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏവർക്കും സുപരിതമായ ഒരു പച്ചക്കറിയാണ് ചീര. ഇന്ന് ചീര വിവിധ വർണ്ണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓരോ ഇനത്തിൽപ്പെട്ടതിനും പ്രത്യേകം ആരോഗ്യ ഗുണങ്ങളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ വളർത്തി പച്ചക്കറിയായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിളയാണ് ചീര. ചീര ഒരു ഹ്രസ്വകാല വിളയാണ്. ചീര കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കേണ്ട സമയം എന്ന് വെച്ചാൽ നമുക്ക് ഈ സമയങ്ങളാണ്. ഈ സമയം എന്ന് പറഞ്ഞാൽ വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം മാസങ്ങളാണ്. മഴക്കാലം ചീരയ്ക്ക് അത്ര ഉചിതമല്ല. പ്രത്യേകിച്ച് രോഗകീടബാധകൾ ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിലും ഇലപ്പുള്ളി രോഗം, മണ്ടച്ചിയൽ രോഗം എന്നിവയൊക്കെ ഈ ചീരകൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചീരകൾ ഞാൻ നടുന്ന രീതി, ഞാൻ പരിപാലിക്കുന്ന രീതിയൊക്കെയാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം നല്ല ഇനത്തിൽപ്പെട്ട മാതൃസസ്യത്തിൽ നിന്നാണ് വിത്തുകൾ ശേഖരിക്കേണ്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ വിത്തുകൾ നല്ലവണ്ണം സൂക്ഷിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ അരി ഇതേപോലെ ഞാൻ ചെയ്തത് ഇതേപോലെ ഈ ചെടിച്ചട്ടി, ഇതേപോലെ ചെറിയ ചെടിച്ചട്ടിയിൽ ഇതിനടിയിലെ കരിയില നിറച്ചതിന് ശേഷം മുകളിൽ അരിച്ച മണ്ണ് വിതറി, അതിന് മുകളിൽ ചീര വിത്തുകൾ വിതറി, വീണ്ടും അരിച്ച മണ്ണെന്ന് വെച്ചാൽ കല്ലില്ലാത്ത മണ്ണുകൾ വിതറുക. ചെറിയ രീതിയിൽ ജലം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാത്ത വിത്താണെങ്കിൽ, മറ്റെവിടെ നിന്നെങ്കിലും വാങ്ങിക്കുന്ന വിത്താണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചീരയുടെ വിത്ത് ഒരു നേർത്ത കോട്ടൺ തുണിയിൽ കെട്ടിയതിന് ശേഷം സൂഡോമോണസ് ലായനിയിൽ നമ്മൾ ഇട്ട് വയ്ക്കുക. അപ്പോൾ ഒരു രാത്രി മുഴുവൻ ഇട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അതെടുത്ത് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് പാവി കിളിർപ്പിക്കാവുന്നതാണ്. പാവി കിളിർപ്പിച്ചാണ്ട് ഈ പരുവം അപ്പോൾ നോക്കിയാട്ടെ, ഈ പരുവം ഇത്രയെങ്കിലും ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി നടാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഇത്രയാകുമ്പോൾ നമ്മൾ ഇതിന് നട്ട് കിളിച്ച് ഏതാനും ഇലകൾ വന്ന് കഴിയുന്നുണ്ടെങ്കിൽ ഞാനിതിന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ചെറിയ വളം കൊടുക്കണമല്ലോ. പാവിപ്പോൾ യാതൊരു വിധത്തിലുള്ള വളങ്ങൾ വിട്ടില്ല. അതിന് ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കടലപ്പിണ്ണാക്ക് നമ്മുടെ പലവ്യഞ്ജനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്നും വാങ്ങിക്കുന്ന കടലപ്പിണ്ണാക്ക് അത് കുതിർക്കും ഒരു 7 ദിവസത്തോളം. അതായത് ഇത് പാവുമ്പോൾ തന്നെ, ഇതുപോലെ ചട്ടിക്കകത്ത് പാകുന്ന കിളിർപ്പിക്കുമ്പോൾ തന്നെ ഈ കടലപ്പിണ്ണാക്ക് വെള്ളത്തിനകത്തിട്ടേക്കും. അത് 6-7 ദിവസം കഴിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ കടലപ്പിണ്ണാക്ക് ലായനി അരിച്ചെടുത്ത് ഒരല്പം കുറേശ്ശെ ഇതിന് തളിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഇതിപ്പോൾ ഈ ലെവലാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ പിരിച്ച് നടാൻ വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വാണിജ്യ അടിസ്ഥാനത്തിലല്ല, സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ ഒരു 10 മൂടൊക്കെ മതി. സ്വന്തം ആവശ്യം ഒരു 10 മൂട് നട്ട് പിടിപ്പിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ചീര കണ്ടിച്ചെടുക്കാം. അപ്പം ഇത് പിഴുതെടുക്കരുത്, പകരം കണ്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ വളത്തിൻ്റെ പ്രയോഗത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഈ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ ചീമക്കൊന്നയുടെ ഇലയും ഇത് നല്ല ഭംഗിയായിട്ട് ലയിപ്പിക്കുക. അതായത് ഇതെല്ലാം കൂടെ ഒരു ബക്കറ്റിനകത്ത്, അടപ്പുള്ള ഒരു ബക്കറ്റിനകത്തിട്ട് നിറച്ച് വെള്ളം ഒഴിച്ചിടുക. ഒരു 7 മുതൽ 12 ദിവസം കഴിയുന്നുണ്ടെങ്കിൽ നമുക്കത് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ കഴിയുന്നത്ര സമയങ്ങളിലൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇത് ലയിക്കാൻ. അപ്പോൾ ഇതിനകത്ത് അതിസൂക്ഷ്മങ്ങളായ ജീവികൾ ഉണ്ടാവുകയും അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഈ ലായനി ഒഴിച്ചു കൊടുക്കുന്ന ഏത് സസ്യമായാലും അത് നല്ല രീതിയിൽ വളർന്ന് വലുതാവാനും നമുക്ക് മികച്ച ആദായം തരാനും ഒക്കെ ആ ചെടിയെ പ്രാപ്തമാക്കുന്ന ഒരു വളമാണ്. നമ്മൾ വില കൊടുത്ത് വളമൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. കുറച്ച് 2 കിലോ വേപ്പിൻ പിണ്ണാക്കും 2 കിലോ കടലപ്പിണ്ണാക്കും കുറേ ചീമക്കൊന്നയുടെ ഇലയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 10, 25, 30 മൂട് ചീരയ്ക്ക് ആ ചീര വളർന്ന് വലുതായി അതിൻ്റെ ആദായം കഴിയുന്നത് വരെ ഒഴിക്കാനുണ്ട്. അപ്പം നമുക്കറിയാം, ഈ തരത്തിലുള്ള വളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പം അങ്ങോട്ട് നട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. ഈ പരുവമുള്ള ചീര നട്ട് ഒരു 15 ദിവസം ഒക്കെ ആയിട്ടേ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മണ്ടയൊക്കെ നമ്മളൊന്ന് ഉള്ളിൽ കൊടുക്കണം, കാരണം ശരിക്ക് എത്തുപൊട്ടി വരാനും. തന്നെയല്ല, ഈ ലായനി വളങ്ങളൊക്കെ ഒഴിച്ച് നമ്മൾ വളർത്തുന്ന ഈ കാർഷിക വിളകൾ, പ്രത്യേകിച്ചും പച്ചക്കറി വിളകളൊക്കെ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഗണ്യമായി കൂടും എന്നുള്ളതാണ് സത്യം. ഒപ്പം ഇത് ദീർഘനാൾ നമുക്ക് ആദായം തരും.
ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ചീര ഒരു ഹ്രസ്വകാല വിളയാണ്. പക്ഷേ ഈ ലായനി വളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ 3 മാസമാണ് ഇതിൻ്റെ വിളവ് ഉദ്ദേശിക്കുന്നെങ്കിൽ 6 മാസത്തോളം നമുക്കിതിൻ്റെ വിളവ് കിട്ടും. അപ്പം ഇതേ ഉപയോഗിക്കാം, വേറെ ഒന്നുമില്ല. ചാണകം നല്ല വളമാണ്, പക്ഷേ ഇപ്പം നല്ല ചാണകം കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. ചാണകം ഒരു പക്ഷേ ഉപയോഗിക്കാൻ കഴിയുന്നവർക്ക്, ചാണകം ഉള്ളവർക്ക് ഈ ചാണകം സൂര്യൻ്റെ ചൂടിൽ നല്ല ഭംഗിയായിട്ട് ഉണക്കിയെടുത്ത് അത് പൊടിച്ച് മാത്രമേ ചീര ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്ക് ഉപയോഗിക്കാവൂ. കാരണം നേരത്തെ, അതായത് മുൻകാലങ്ങളിൽ, വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കാലങ്ങളിൽ പശുവിന് കൊടുക്കുന്ന ആഹാരമല്ല ഇപ്പോഴും നമ്മൾ കൊടുക്കുന്നത്. പഴയ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ പോച്ചയും കച്ചി വൈക്കോലും അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും അത് കടലപ്പിണ്ണാക്കും ഒക്കെ ആയിരുന്നു കൊടുക്കുന്നത്. എന്നാൽ ഇതെല്ലാം മാറി ഇന്ന് കൃത്രിമങ്ങളായ ഒട്ടനവധി ആഹാരങ്ങൾ ആണ് പശുവിന് കൊടുക്കുന്നത്. പശുവിൻ്റെ പാല് വർദ്ധിപ്പിക്കുക, വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ക്ഷീര കർഷകർ ചെയ്യുന്നതല്ല അങ്ങനെയാണ്. അതുകൊണ്ടാണ് ചാണകം ഞാൻ കൂടുതലായിട്ട് ശുപാർശ ചെയ്യാത്തത്. പിന്നെ പച്ചച്ചാണകം തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പച്ചച്ചാണകം നമ്മൾ ഇതേപോലെ നിറച്ച് വെള്ളം ഒഴിച്ചിട്ടിരുന്ന് ഒരു 10-15 ദിവസമൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് കുറച്ച് കോരി ഒഴിച്ച് ഒരു 5-6 ഇരട്ടി വെള്ളമൊക്കെ ചേർത്ത് നേർപ്പിച്ചൊക്കെ ഒഴിച്ചു കൊടുത്താൽ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇല്ലെങ്കിൽ ഈ ചാണകത്തിലൊക്കെ ഒട്ടനവധി രോഗകീടങ്ങൾ, അതായത് വണ്ടുകൾ, കൊതുകുകൾ, ഈച്ചകളൊക്കെ മുട്ടയിടുകയും അതിൻ്റെ ആ മുട്ടകളതിനകത്തിരുന്ന് നമ്മൾ ഇടുന്ന പച്ചക്കറികളൊക്കെ കൊണ്ടിടുകയാണെങ്കിൽ ആ മുട്ട വിരികയും നമ്മുടെ പച്ചക്കറികൾക്ക് പാവലായാലും പയറായാലും ചീരയായാലും വെണ്ടയായാലും അതിനൊക്കെ കേടുപാടുകൾ വരുത്തുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര നമുക്ക് വളർത്തിയെടുക്കാം. ചീരയുടെ അരി സംഘടിപ്പിക്കുക. ഈ സംഘടിപ്പിക്കുന്ന അരി സൂഡോമോണസ് ലായനിയിൽ ഒരു രാത്രി മുക്കി വെക്കുക. അത് കിഴി പോലെ കെട്ടി വേണം മുക്കി വയ്ക്കാൻ കോട്ടത്തുള്ളിൽ. അതിനുശേഷം ഇത് നമുക്ക് എവിടെയെങ്കിലും സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് അത് പാകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഉറുമ്പ് ഇതിൻ്റെ അരി തിന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പാകുമ്പോൾ ഈ അല്പം മഞ്ഞളിൻ്റെ പൊടിക്ക് വില കൂടുതലാണ്. വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത് അത് അല്പം വിതറി കൊടുക്കുന്നത് ഉത്തമമാണ്. പിന്നെ ഇതേപോലെയുള്ള ചെടിച്ചട്ടികളിലൊക്കെ പാകുന്നെങ്കിൽ ഇതൊന്നും വേണ്ട, ഉറുമ്പൊന്നും വലുതായിട്ട് കയറി വരാനുള്ള സാധ്യത തീരെയില്ല. അപ്പം അങ്ങനെ വളർത്തി വലുതാക്കി ഇത്രയൊക്കെ ആവുന്ന നമ്മൾ പറിച്ചൊരു 10 മൂട് ചീര ഇതേപോലെ അടുപ്പിച്ച് നമുക്ക് നടാൻ സാധിച്ചാൽ, ഇനി നടാൻ സ്ഥലവിസ്തൃതി ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഗ്രോബാഗിനകത്തും സിമൻറ്റ് ചാക്കിനകത്തും അതുപോലെ തന്നെ ഒക്കെ നട്ട് പിടിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ പിടിപ്പിച്ചാൽ നമ്മൾ ഈ പറയുന്ന അടുക്കളയിലെ പിന്നെ വേസ്റ്റുകളും ഒക്കെ ഒരു ബക്കറ്റിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇത് വളരെ മനോഹരമായി വളർന്നു വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിവിധ വർണ്ണങ്ങളുള്ള ചീരകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇടകാലത്ത് നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു ഉദ്യാനമാവുകയും ചെയ്യും, ഒപ്പം നമുക്ക് പച്ചക്കറിയാവുകയും ചെയ്യും. അപ്പം അലങ്കാരത്തിനും ഒപ്പം നമുക്ക് വിനോദത്തിനും അതുപോലെ തന്നെ നമുക്കൊരു ധനവരവിനും നമുക്ക് ചീര ഉപകരിക്കും. അപ്പോൾ ഈ ചീരയുടെ ഔഷധ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഔഷധമായിട്ടും പച്ചക്കറിയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാർഷിക വിളയാണ് ചുവന്ന ചീര. ആയുർവേദത്തിൽ ചീരയ്ക്ക് ശാഖ എന്ന പേരാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ചുവന്ന ചീരയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അത് കൂടാതെ ഇരുമ്പിൻ്റെയും കാൽസ്യത്തിൻ്റെയും വിറ്റാമിൻ ബി, സി, എ, കെ, ഇ എന്നിവയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഫോളിക് ആസിഡും ഫോസ്ഫറസും മഗ്നീഷ്യവും അടങ്ങിയ ഒരു പച്ചക്കറി വിളയാണ് ചീര. ദിവസവും നമുക്ക് കഴിക്കാവുന്ന ഒരു പച്ചക്കറി കൂടിയാണ് ചീര. ചീര പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചീര പാചകം ചെയ്യുമ്പോൾ അടച്ച് നമ്മൾ വേവിക്കണം. തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ നിരവധി പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ചില രോഗങ്ങൾ മാറുന്നതിന് വേണ്ടി സൂപ്പ് ഉണ്ടാക്കി കഴിക്കേണ്ടി വരുമ്പോൾ സൂപ്പിൽ ചീര ചേർക്കുന്നത് ഏറ്റവും ഒടുവിൽ ആയിരിക്കണം എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ചീര പാചകം ചെയ്യുമ്പോൾ പരിപ്പ് വർഗ്ഗങ്ങളായ ചെറുപയർ, വൻപയർ, തുവര എന്നിവ കൂടി ചേർക്കുന്നതും അതുപോലെ തന്നെ നെയ്യ് ചേർക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും ഒപ്പം സ്വാദ് കൂട്ടാനും ഉത്തമമാണ്. പ്രിയമുള്ളവരെ, നിരവധി രോഗങ്ങൾ വരാതിരിക്കാനും ഉണ്ടായിട്ടുള്ള രോഗങ്ങൾ മാറ്റാനും ഒരു ദിവ്യ ഔഷധം കൂടിയാണ് ചീര. വിളർച്ചയും ത്വക്ക് രോഗങ്ങളും നേത്രരോഗങ്ങളും ആസ്മയും അതിസാരവും
അസ്ഥിരോഗങ്ങളും മഞ്ഞപ്പിത്തവും ഒക്കെ മാറ്റിയെടുക്കുവാനുള്ള അപാരമായ കഴിവ് ചീരയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ കുടലിലുണ്ടാകുന്ന അൾസർ, സോറിയാസിസ് എന്നിവയ്ക്കുള്ള ഉത്തമ പരിഹാരമാണ് ചീര എന്ന് പറയുന്നത് വിശ്വാസയോഗ്യം തന്നെയാണ്. അതുപോലെ തന്നെ ആർത്തവ രക്തം ക്രമാതീതമായി പോകുന്നത് മൂലമുണ്ടാകുന്ന ക്ഷീണം മാറ്റാനും അമിത രക്തസ്രാവത്തെ തടയാനും ചീരയില ചേർത്ത കഷായം ഉണ്ടാക്കി കുടിച്ചാൽ മതി എന്ന് വൈദ്യന്മാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. മൂത്രനാളി രോഗങ്ങൾ വരാതിരിക്കാനും കുറയാനും ചീര സ്ഥിരമായി കഴിച്ചാൽ മതി എന്ന് ഡോക്ടർമാർ ആവർത്തിക്കുന്നു. തൊണ്ടയിലുണ്ടാകുന്ന കുരുക്കൾ മാറാൻ ചീരയിലയിട്ട് വെന്ത വെള്ളം ഇളം ചൂടോടെ കവിൾ കൊള്ളുന്നത് ഉത്തമ പരിഹാരമാണ്. മുലപ്പാൽ വർദ്ധിക്കാൻ ചീരയില ഇടിച്ചു കഴിഞ്ഞ നീര് ആട്ടിൻ സൂപ്പിൽ ചേർത്ത് കഴിച്ചാൽ മതി എന്നുള്ളത് സത്യം തന്നെയാണ്. ചീരയില ഇടിച്ചു കഴിഞ്ഞ നീരിൽ സമം തേനും ചേർത്ത് കഴിച്ചാൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കാഴ്ചക്കുറവ് പരിഹരിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഇല്ല. ഇത്തരത്തിൽ നിരവധി ഔഷധ ഗുണങ്ങളടങ്ങിയ ഈ ചീര സംരക്ഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതും അതുപോലെ തന്നെ ഇളം തലമുറയ്ക്ക് ചീരയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, കർത്തവ്യമാണ്. ചീരയ്ക്ക് വെള്ളം തളിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദുർബലമായ ശിഖരങ്ങളാണ് ചീരയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ചീരയുടെ ചുവട്ടിൽ മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പക്ഷേ കഠിനമായ ചൂട് ആണെങ്കിൽ അല്പം വെള്ളം മണ്ടയ്ക്കൊഴിക്കുമ്പോഴും ശിഖരങ്ങൾ കുനിഞ്ഞു പോകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ചീര നമ്മൾ പറിച്ചു നടുന്നുണ്ടേ അത് വൈകുന്നേരം ആവണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. വൈകുന്നേരം മാത്രമേ ചീര നമ്മൾ പറിച്ച് നടാവൂ, അതായത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നടാവൂ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ വിത്തിന് നമ്മൾ നിർത്തിയേക്കുന്നത് ആ ചീര ഏറ്റവും ആരോഗ്യമുള്ള ഒരു ചീരയായിരിക്കണം നമ്മൾ വിത്തിനായിട്ട്, അതായത് പൂക്കൾ ഉണ്ടാവാനും അരി ഉണ്ടാവാനും വേണ്ടി നിർത്തിയിരിക്കുന്നത്. ബാക്കി ചീരയിൽ നിന്നും നമുക്ക് ശിഖരങ്ങൾ കണ്ടിച്ചെടുത്ത് നമുക്ക് കറി വയ്ക്കാവുന്നതാണ്. നമ്മൾ എപ്പോഴാണോ ചീര കണ്ടിച്ചെടുക്കുന്നത് അതിൻ്റെ തൊട്ടൊരു ദിവസം ചീരയ്ക്ക് ലായനി വളം തെളിച്ചു കൊടുക്കുക. ആഴ്ചയിൽ 7 ദിവസത്തിൽ ഒരിക്കൽ ഈ ലായനി വളം തെളിച്ചു കൊടുക്കുക. 6 മാസം വരെ ഇഷ്ടം പോലെ ആദായം എടുത്ത് സന്തോഷകരമായ കറികളുണ്ടാക്കി മനസ്സിനും ശരീരത്തിനും ഉന്മേഷം പകരുന്ന ഒരു ജീവിത നിലവാരം സൃഷ്ടിക്കുവാൻ ചീരകൃഷിയിലൂടെ നമുക്ക് സാധിക്കും. സ്വയം തൊഴിൽ എന്ന നിലയിൽ ചീരകൃഷി വളരെ ആദായകവും ലാഭവുമാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കൃഷി അറിവുകൾ, കൃഷി കാഴ്ചകൾ, വിവരങ്ങൾ ശേഖരിക്കാനും അതേപോലെ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും താല്പര്യമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണയും സഹകരണങ്ങളും സാദരം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ മിത്രങ്ങൾക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.